അപ്പൊ അതൊക്കെ ഇരിക്കട്ടെ. അപ്പൊ അത് സുഖമാണല്ലോ രാജാവേ. നമ്മുടെ കൊല്ലത്ത് നിന്ന് ഒരു ഫാമിലി വന്നിട്ടുണ്ട്. അപ്പൊ ആ ഫാമിലി, ആ മോൻ വളരെ ടാലന്റ് ഉള്ള കുട്ടിയാണ്. അപ്പൊ കൊച്ചച്ഛനാണല്ലേ? പറഞ്ഞുള്ളത്. രാകേഷാണ്, ചേട്ടന്റെ മോനാണ്. ഹീസ് ബൈ ബർത്ത് ബ്ലൈൻഡ് ആൻഡ് മെന്റൽ റിട്ടാർഡഡ്. പക്ഷെ നല്ലോണം പാടും. മുകേഷ്, റാഫി, കിഷോർ ഒക്കെ നല്ല രീതിയിൽ പാടുന്നുണ്ട്. ഓഹോ. ഹീസ് നൗ 31. അത് പ്രാഥമിക കാര്യത്തിനും ഇവന് ഒരാൾ സഹായം എല്ലാം നടക്കത്തില്ല. എല്ലാം ഇവന് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈവൻ 1 ഗ്ലാസ് വാട്ടറോ വിഷന്നാൽ പറയാൻ തന്നെ അറിയത്തില്ല ഈ ഒരു കുട്ടിക്ക്. പക്ഷെ പാടും നല്ല രീതിയിൽ. പ്രോഗ്രാംസ് ഭക്തിഗാനമേള മലയാളത്തിൽ പാടും. അത് ഒരു 250 ഭക്തിഗാന സ്റ്റേജിൽ കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റേജിലിരിക്കുമ്പോൾ പാടാൻ പറഞ്ഞ പാടിക്കോളും. സ്റ്റേജിലിട്ട് വിത്ത് മ്യൂസിക്, ഇൻസ്ട്രുമെന്റ് മ്യൂസിക്സ് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് പാടിക്കോളും. അടുത്ത പാട്ട് ഏതാന്ന് പറയണം. അപ്പം അത് മ്യൂസിക് അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക് എവിടെ നിർത്തണം, എവിടെ തുടങ്ങണം അത് പറയണ്ട, തന്നെ പറയും. വലിയ കാര്യമാണോ? വലിയ കാര്യമാണോ? അപ്പൊ ഏതെങ്കിലും ഒരു കിഷോർ കുമാറിന്റെ ഒരു പാട്ട് ആയിക്കോട്ടെ. मेरे नैना सावन भादो फिर भी मेरा मन प्यासा, फिर भी मेरा मन प्यासा। बात पुरानी है, एक कहानी है। अब सोचूं तुम्हें याद नहीं है, अब सोचूं नहीं भूले वो सावन के झूले। रुत आए रुत जाए देकर झूठा एक दिलासा। फिर भी मेरा मन प्यासा। ഒരു മലയാളം പാട്ട് പാടാൻ പറ്റുമോ? ലജ്ജാവതിയെ നിന്റെ കള്ളക്കടക്കണ്ണിൽ, ലജ്ജാവതിയെ നിന്റെ കള്ളക്കടക്കണ്ണിൽ, താഴം പൂവോ താമരത്താരോ തേനോ തേനിലാവോ, മാമഴം മുട്ടോ മല്ലിപ്പുറത്തോ മീനോ മാറിവില്ലോ, തൊട്ടൊരു മിന്നിനാട്ട് തൊട്ടാവാടി പെൺമാനെ, മാനസ കൊട്ടാര കെട്ടിനകത്തൊരു റോജാ രാജറാണി. ലജ്ജാവതിയെ നിന്റെ കള്ളക്കടക്കണ്ണിൽ, ലജ്ജാവതിയെ നിന്റെ കള്ളക്കടക്കണ്ണിൽ. ഹോ താങ്ക് യു. ഒരുപാട് നന്ദിയുണ്ട്. ഇവിടെ രാകേഷിനെ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് ശരിക്കും കാണാൻ കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട്. ഇത്രയും ദൂരെ നിങ്ങൾ യാത്ര ചെയ്ത് വന്നു. ഇറ്റ്സ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. ഇവിടെയുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും ശരിക്കും പറഞ്ഞാൽ ഇതൊരു വലിയ എക്സാമ്പിൾ ആണ്. ഒരു മ്യൂസിക്കിന്റെ ശക്തി എന്ന് പറയുന്നത് എത്രത്തോളം ആണെന്നുള്ളത് കാണിച്ചു തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക്സ് ഫോർ കമ്മിങ് ഓൺ ജസ്റ്റ് ഗോയിങ് ടു വോയിസ്.